അവർക്ക് കീഴിൽ ഒതുങ്ങാനാണോ, ഒരു വോട്ടായി ഒരു അക്കമായി മാറാനാണോ തീരുമാനിക്കേണ്ടത്? ഈ സമരം എന്തിനാണ്, എന്തിന്റെ പേരിലാണ് തുടങ്ങി വെച്ചത്? അതിനെയാണ് നമ്മൾ ഏറ്റുപിടിക്കേണ്ടത്. ആ പേടി മാറ്റിവെച്ചന്ന് JNU അറ്റാക്ക് നടക്കുകയുണ്ടായി. JNU വിദ്യാർത്ഥികളെ ആക്രമിച്ചപ്പോ ഒരു കോമൾ എന്ന് പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോമൾ ശർമ്മ, അന്ന് ആ ആക്രോശിച്ച ABVP വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കോമൾ ശർമ്മയുണ്ടായിരുന്നു. എന്റെ റൂംമേറ്റിന്റെ ക്ലാസ്മേറ്റ് ആണ്. എന്റെ റൂംമേറ്റ് മിന കല്ലിങ്കൽ, നിങ്ങളുടെ ഈ നാട്ടുകാരിയാണ്. അവളുടെ ക്ലാസ്മേറ്റ് ആണ് അന്ന് അവിടെ JNU അറ്റാക്ക് ചെയ്തത്. എനിക്ക് അവൾ മുഖം മൂടി ധരിച്ചിരുന്നു, പക്ഷെ അവളുടെ കണ്ണുകൾ ഇന്നും ഓർമ്മയുണ്ട്. കാരണം അന്ന് ഇതേ പോലീസുകാര്, ഞാൻ പറഞ്ഞ ജാമ്യയില് മഹിളാ പോലീസുകൾ ഇല്ലാതെ തന്നെ സ്ത്രീകളെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വരെ ചവിട്ടിയ ഇതേ പോലീസുകാരെ നോക്കി നിൽക്കെ കണ്ണുകൊണ്ടും കൈകൊണ്ടും ആക്രോശിച്ച ഒരുപാട് വിദ്യാർത്ഥിനികളിൽ ഒരാളായിരുന്നു കോമൾ ശർമ്മ. പക്ഷേ എനിക്കൊരു ആശ്വാസമുണ്ട്. അന്ന് ഞാൻ അവളെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ദില്ലി പോലീസ് എനിക്കെതിരെ കേസെടുത്തിട്ടില്ല. അവളാണ് അന്ന് ആ ABVP ഗുണ്ടകളിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ എന്നെ ആരും ആക്രമിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? തൃശൂർ ജില്ലയിൽ ജമീല എന്നൊരു സ്ത്രീയെ RSSകാരൻ ആക്രോശിച്ചു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിനെതിരെയാണ് കേസ്. സുഹൃത്തും സഹചാരിയുമായ സാജിദ് ഖാലിദിനെതിരെയാണ് കേസെടുത്തത്. പേടിക്കണ്ടേ നമ്മള്? ഇവരാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ പോകുന്നത്. അവിടെ RSSകാരനോട് നോക്കി നിന്നുകൊണ്ട് ചപ്പൽ ലിക്കർ എന്ന് വിളിക്കാൻ അവിടുത്തെ പോലീസ് അനുവദിക്കുന്നു. ഇവിടുത്തെ പോലീസ് ഷൂ നക്കികളെ എന്ന് എഴുതി വെച്ച കേസാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ബഹിഷ്കരണമെന്ന സ്വാതന്ത്ര്യ സമരമുറയെ കടകൾ അടച്ചാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കുകയാണ്. ഇതിനെ ഇരട്ട ചങ്ക് എന്നാണോ ഇരട്ട താപ്പ് എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മളെ തീരുമാനിക്കണം. NPRന്റെ സംശയം നിരാകരിച്ചതിന് ശേഷം മാത്രമേ സെൻസസ് നടപ്പിലാക്കൂ എന്ന് നട്ടലോടെ പ്രഖ്യാപിക്കുന്നതിന് പകരം സെൻസസിന് NPRന്റെ മറവില് സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റ്, എന്നിട്ട് നമ്മൾ ആശ്വസിക്കുകയാണ് നമ്മൾ ഇതിനെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞിട്ട്. അതിലും രസം വേറൊന്നുണ്ട്. സത്യം സത്യം പോലെ വിളിച്ചു പറഞ്ഞ വേറൊരു പ്രശ്നമുണ്ട്. നാളെ നിങ്ങൾ തീവ്രവാദികളോ ഭീകരവാദികളോ ആവും. അതില് എനിക്കൊരു തമാശ പറയാനുള്ളത്, പ്ലസ് ടു ആണെന്നുണ്ടോ, +2 മലയാളം പരീക്ഷയുടെ തലേന്ന് ഗൈൽ പൈപ്പ് ലൈൻ സമരത്തിൽ നമ്മൾ പലരും ഭാഗവാക്കായിട്ടുള്ളതാണ്. അതിനും ഇതുപോലെ തീവ്രവാദി സംഘങ്ങളുടെ കടന്നുകയറ്റം എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തിനോട് ചിരിച്ചുകൊണ്ട് അവൾ എന്നോട് പറയേണ്ടായി, പരിസ്ഥിതി സംരക്ഷണ സമരത്തിന് പോലും തീവ്രവാദി ആരോപണങ്ങൾ ഉന്നയിക്കുമെങ്കിൽ പിന്നെ പൗരത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. തീവ്രമായി വാദിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, തീവ്രമായി വാദിക്കാൻ തന്നെയാണ് ഇവിടെയുള്ള ഓരോ പോരാളികളും തീരുമാനിച്ചിരിക്കുന്നത്. NRCയും NPRും തിരിച്ചെടുക്കണമെന്നും RSS ഭരണകൂടം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും തീവ്രമായി വാദിക്കാൻ തന്നെയാണ് തെരുവിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. പെല്ലറ്റ് ഗണ്ണും ടിയർ ഗാസും പോലീസ് വെടിയുണ്ടകളും കാണിച്ച ദില്ലി പോലീസിന് മുന്നിൽ അടിയുറവ് വെക്കാത്ത യുവത്വത്തെ തോക്കുകൾ കാണാതാക്കിയ, ഉണ്ടകൾ സംരക്ഷിക്കാൻ പറ്റാത്ത പോലീസിനെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അവസാനിപ്പിച്ചുകൊണ്ട്